ഇതിന്റെ ഒരു ആ ടൈം ലൈൻ കൂടെ നോക്കുകയാണെങ്കിൽ നോക്കൂ, 2018-19 ഈ ശബരിമല വിഷയം കത്തി നിന്നിരുന്ന സമയം. അതേ സമയത്ത് തന്നെയാണ് ഈ 2019 ഇദ്ദേഹത്തിന് ഈ പാളുകൾ കൊടുത്ത് അദ്ദേഹം അതിന് റെനോവേഷൻ ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നത്. അപ്പം കൃത്യമായിട്ട് അവിടെ ആചാര ലംഘനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇതുപോലത്തുള്ള കള്ളത്തരവും കൂടി അവിടെ തുടങ്ങുന്നത്. അതായത് ഇന്ന് ഞാനൊരു ബാംഗ്ലൂരിലുള്ള ഒരു വ്യക്തിയെ എടുത്തുകാരം, അതായത് എപ്പോഴാണോ ആ യുവതി പ്രവേശനം നടന്നുള്ള ആ വിഷയം നടക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് അത് വെറും ഒരു ചെറിയ മീൻ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറഞ്ഞ അദ്ദേഹം ഒരു ചെറിയൊരു അതിനകത്തൊരു വ്യക്തി മാത്രമാണ്. അദ്ദേഹത്തിന് പിന്നിൽ വലിയൊരു ലോബി ഉണ്ട്. ആ ലോബിയിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ആരൊക്കെയാണെന്നുള്ളത് ഇനി നമുക്ക് തെളിഞ്ഞ് വരേണ്ട കാര്യങ്ങളുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ദേവസ്വം ബോർഡിന്റെ മെമ്പേഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ദേവസ്വം മിനിസ്റ്റർ അറിയാതെ ഇതൊന്നും നടക്കില്ല. അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള CPM-ന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടാതെ ഇതൊന്നും നടക്കത്തില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടെയെങ്കിലും നിന്ന് ഇപ്പൊ ശബരിമല പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, അവിടെ മേൽശാന്തി കീഴ്ശാന്തി ഉണ്ട്. ആ കീഴ്ശാന്തിയുടെ ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി 10-20 ആളുകളുടെ മറ്റ് തിരുമേനിമാരുണ്ട്. അതിൽ ഒരാൾ മാത്രമായിരുന്നു ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും സ്വാധീനം കിട്ടുക? ഒരിക്കലും അങ്ങനെ സാധിക്കില്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ഈ ഒരു പണിയൊക്കെ ചെയ്യിപ്പിച്ചാൽ നമുക്കും നമുക്ക് ചില അതിനകത്ത് എന്താ പറയുക അഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ ചില നമുക്ക് ലാഭം കിട്ടും എന്ന് കരുതിയിട്ടുള്ള ഒരു കോക്കസ് അവിടെ ഉണ്ടായിരുന്നു. അതാരാണെന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടുള്ളത്. അപ്പൊ അല്ലെങ്കിൽ ഒന്നാലോചിച്ച്, ഒരു പരിചയമില്ലാത്ത ഒരാളിനെ അവിടുത്തെ ശബരിമലയുടെ ദേവസ്വം ബോർഡിന്റെ മാനുവൽസിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പുറത്തു കൊണ്ടുപോകരുതെന്ന്. അതായത് എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യണമെങ്കിൽ ശബരിമലയിലെ ശ്രീകോവിലിന്റെ അവിടെ വെച്ച് തന്നെ ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് സ്റ്റാറ്റ്യൂട്ടറി ലോ ഉള്ള സമയത്ത് എങ്ങനെയാണ് 2019 ഇത് അദ്ദേഹത്തിനടുത്ത് കൊടുത്തിരിക്കുകയാണ്? ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മളൊക്കെ വീട്ടില് 1 പവന്റെ സ്വർണം പോലും നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ കൊടുക്കുമോ? നിങ്ങൾ കൊണ്ടുപോകാ, നിങ്ങൾ പോയിട്ടൊന്ന് അതിന്റെ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ ആരെങ്കിലും ചെയ്യൂ? അപ്പോഴാണ് ഭഗവാന്റെ ഇത്രയും വലിയ കാര്യങ്ങൾ ആരും അറിയാത്ത ഒരാളെ പിടിച്ചേൽപ്പിച്ചിട്ട് നിങ്ങൾ പോയി അതിനെ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അദ്ദേഹം 39-40 ദിവസം അതുമായിട്ട് കറങ്ങി പല സിനിമാ നടന്മാരെയും വിശ്വാസികളെയൊക്കെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് തന്നെ സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ്, ഇതിനകത്ത് സ്വർണം ഒന്നും ഇല്ലായിരുന്നു, ഇതെല്ലാം ചെമ്പായിരുന്നു എന്ന്. അപ്പോഴത്തെ ചോദ്യം, ഈ ചെമ്പായിരുന്നെങ്കിൽ വിജയമാല്യ കൊടുത്ത സ്വർണം എവിടെ പോയി? ഇത് ആർക്കും അറിയേണ്ട ആവശ്യമില്ലേ? അന്ന് 2019 ഇത് പുറത്തു വന്ന സമയത്ത് ദേവസ്വം ബോർഡായിട്ട് മിനിസ്റ്റർ ആയിരുന്ന അന്നത്തെ മിനിസ്റ്ററും അന്നത്തെ ദേവസ്വം പ്രസിഡന്റും അവരെന്ത് ആക്ഷൻ എടുത്തു? അവർക്കറിയാമായിരുന്നല്ലോ 99 ഇത് സ്വർണം കൊണ്ടുവന്നു, 2019 ആയപ്പോൾ അത് കാണുന്നില്ല. അപ്പൊ എന്ത് ആക്ഷൻ എടുത്തു? ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്കൂ, വീണ്ടും അതേ വ്യക്തിയെ വിളിച്ചു വരുത്തി വീണ്ടും അതേപോലത്തെ മെയിൻ്റനൻസ് വേണ്ടി ചെയ്യാണ്. ഇപ്പം അത് ചെയ്ത് അനുമതി ഇല്ലാതെ പോയോണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അതിനകത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ വരെയും ജനം TV പോലുള്ള മാധ്യമങ്ങൾ അതിനെ ഏറ്റുപിടിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നത്. അതുകൊണ്ട് അത് വന്നില്ലാതെ വീണ്ടും ഇതേ കാര്യങ്ങൾ നടന്നാനെ. അപ്പം ഞാൻ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ കോൺഫിഡൻസ്, ആ അറഗൻസ്, അതായത് അത് എനിക്കൊരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിന്റെ കാരണം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിൽ ആളുകളുണ്ട്. അത് നന്നായിട്ട് അറിയാം. അദ്ദേഹം മാത്രമായിരിക്കത്തില്ല ഇതിനകത്ത് കൊടുക്കുന്നത്, പലരും കൊടുക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംരക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത്, ഇതിനകത്ത് ഒരു ഏജൻസി കേരളത്തിൽ നിന്നുള്ള ഒരു ഏജൻസി ആണെങ്കിൽ ഇത് ഒരിക്കലും ഇതിനകത്ത് പുറത്തു വരാൻ പോകുന്നില്ല. അത് എനിക്ക് നന്നായിട്ട് അറിയാം. ആരും ഈ ഏജൻസി പുറത്തുള്ള ഏജൻസിയെ കൊണ്ടുവരാൻ സമ്മതിക്കത്തില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ശബരിമലയിലെ 2019-2025 മാത്രം പ്രശ്നമല്ല. ദേവസ്വം ബോർഡിന്റെ പല ക്ഷേത്രങ്ങളിലും ഇതേപോലെ പല കൊള്ളകൾ നടന്നിട്ടുണ്ട്.